ജോണേട്ടാ, ഈ ഇൻസ്റ്റഗ്രാമിലെ റീലുകൾ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇപ്പോൾ ചില റീലുകൾ വലിയ ബുദ്ധിമുട്ട്, മാനസികമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത് പലതും വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്. ദുരന്തത്തിലൊക്കെ പോയി റീലുകൾ ചെയ്യുകയാണ്. എന്താണ് പറയാനുള്ളത്? ഇത് വർഷങ്ങൾക്ക് മുമ്പ്, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി മുത്തച്ഛൻ മരിച്ചു 2 ദിവസം കഴിഞ്ഞ് കാണാട്ടോ എന്ന് പറഞ്ഞ് ഒരു സാധനം ചെയ്ത ഓർമ്മയുണ്ടോ? അത് വലിയ വിമർശനം ഉണ്ടായി. പക്ഷേ ആ കുട്ടിക്ക് ഇപ്പോഴും തോന്നി കാണത്തില്ല ഞാൻ ചെയ്ത തെറ്റെന്താണെന്നുള്ളത്. ആ കുട്ടിക്ക് ഇപ്പോഴും മനസ്സിലായി കാണത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു ലിൻഡു റോണി എന്ന് പറഞ്ഞിട്ട് നടിയുണ്ട്. അവർ അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഇരുന്നിട്ട് അവർ ഒരുപാട് റീലുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, വളരെ ഹാപ്പി ആയിട്ട്. അപ്പോൾ ആളുകളൊക്കെ ചെന്ന് വിമർശിച്ചു, ഇവിടെ ഇങ്ങനെ വലിയൊരു ദുരന്തം നടന്നിരിക്കുന്നു, ആ സമയത്താണോ നിങ്ങൾ സന്തോഷിച്ച് റീലുകൾ ഇടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, അമേരിക്കയിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടായാൽ കേരളത്തിലിരിക്കുന്ന നിങ്ങൾ റീൽസൊക്കെ ഇടാതിരിക്കുമോ എന്ന് പറഞ്ഞ പോലെയുള്ളൂ. എനിക്ക് അവിടെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷേ എനിക്കിങ്ങനെ ചെയ്തേ പറ്റൂ, ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. ഈ ആളുകളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, റീൽസ് എന്ന് പറയുന്നത് ശ്രദ്ധ നേടുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടും. അപ്പോൾ ഈ കോമൺ സെൻസ് ഇല്ല. എന്ത് വന്നാലും ശ്രദ്ധ നേടണം, എന്ത് കോപ്രായം കാട്ടിയും ശ്രദ്ധ നേടണം. നമ്മൾ ഈ അടുത്ത് വലിയ ഈ സ്ഥാപനങ്ങളിലേക്ക് മുതലാളിമാരൊക്കെ പെൺവേഷമൊക്കെ കെട്ടി വന്ന് കാണിക്കുന്ന ചില കോപ്രായങ്ങളൊക്കെ കണ്ടാൽ ഇയാൾ ഇത്രയും വലിയ കോടീശ്വരനാണ്, പക്ഷേ വകതിരിവ്, ഈ നമ്മളൊരു ആ സ്ഫടികത്തിനകത്ത് ശങ്കരാടി പറയുന്ന ഒരു വകതിരിവ് വട്ടപൂജ്യം എന്ന് ശങ്കരാടി പറയും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചില മനുഷ്യരെ കുറിച്ച് പറയേണ്ടി വരും. ഷാമി പറഞ്ഞ പോലെ ഈ ആംബുലൻസിൽ ബോഡി കൊണ്ടുപോകുന്നു, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പാട്ടൊക്കെ ഇട്ട് അതിൻ്റെ റീല്, അത് സ്ഥിരം പാട്ടുകളുണ്ടല്ലോ. ഈ മേജർ രവിയുടെ പടത്തിലെ പാട്ടൊക്കെ ഉണ്ട്, ദുഃഖപ്പാട്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാം ഈ സൈനികർ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മിക്കവാറും പടങ്ങളിലൊക്കെ അത്തരം ചില സീനുകളുണ്ട്. സൈനികർ അപകടത്തിൽ മരിക്കുന്നു, അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു, അപ്പോൾ ഒരു പാട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പടത്തിലെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് വയനാട് ദുരന്തത്തെ, അതായത് ഈ ദുരന്തത്തെ യഥാർത്ഥത്തിൽ ഈ റീല് ചെയ്യുന്ന ആളുകൾ ആഘോഷമാക്കുകയാണ്. നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. മരണസംഖ്യ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആരെയൊക്കെ എവിടെയൊക്കെ പോയി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. അത്രയും ഭീകരമായ ഒരു ദുരന്തം നടന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ആളുകൾ ചെയ്യുന്നത്, ജീപ്പ് പോവുകയാണ്, വയനാട്ടിലേക്ക് പോകുന്നു, ദുരന്തം നടന്നിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ ജീപ്പ് പോകുന്ന, സാധാരണഗതിയിൽ ജീപ്പ് പോകുന്ന ഒരു വീഡിയോ എടുത്തിരുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വയനാട്ടിലേക്ക് പോവുകയാണ്, ദുരന്തമുഖത്തേക്ക് പോവുകയാണ്, അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യം. പക്ഷേ ഇതങ്ങനല്ല. കൂടെ ഒരു ക്യാമറാമാൻ ഡയറക്ഷൻ പഠിച്ച ഒരുത്തനെയും കൂടെ കൊണ്ടുപോവാണ്. കാരണം അവൻ കൃത്യമായി ഷോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഷോട്ട് വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഇവൻ്റെ ടയറ്, പിന്നെ സ്റ്റിയറിങ്, ഇവൻ്റെ ചിരി ഒരു ഷോട്ടിൽ. അപ്പോൾ ഷോട്ട് ബൈ ഷോട്ടായിട്ടാണ് ഇവൻ വയനാട്ടിലേക്ക് പോകുന്നത് പിടിച്ചിട്ട് അതിൻ്റെ റീല്. വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ആളുകൾ പോയിട്ട് ഞങ്ങൾ ക്യാമ്പിൽ കണ്ട വിഷയം, അതായത് കോഴിക്കോടുള്ള ആളുകളാണ്. ഈ കോഴിക്കോട് നിന്ന് വയനാട്ടിൽ പോകണമെങ്കിൽ ഒരു ഏകദേശം 3 മണിക്കൂറെങ്കിലും വേണം. ഈ കോഴിക്കോട് കളക്ടറേറ്റിൽ ദുരിതാശ്വാസ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കളക്ടറേറ്റിൽ സംവിധാനമുണ്ട്. പക്ഷേ അവിടെ കൊടുക്കുന്നതിന് പകരം നേരെ വയനാട്ടിലേക്ക് പോകുന്നു. ഈ ആളുകളൊന്നും ആ വയനാട്ടിൽ പോയി പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, വെറുതെ ടൂർ പോകുന്ന പോലെ പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ക്യാമ്പിൽ കണ്ട വിശേഷങ്ങൾ, താമരശ്ശേരി ചുരമൊക്കെ കയറിയിട്ട് ഞങ്ങൾ ക്യാമ്പിൽ കണ്ട വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ ഈ താമരശ്ശേരി ചുരത്തി വണ്ടികളെല്ലാം അവിടെ ചെന്നാൽ ബ്ലോക്ക് ആവും. അപ്പോൾ ഇത് കാണാൻ പോകുന്ന കുറേ ആളുകളുണ്ട്, കാണാൻ പോയിട്ട് ഇത് റീൽസ് ആക്കുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ കണ്ട വിഷയം, ഈ പാവം മനുഷ്യർ അവരുടെ ഉറ്റ ബന്ധുക്കളും അവരുടെ വീടും എല്ലാം നഷ്ടപ്പെടുത്തുക, അവരുടെ മാനസിക നില നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതുവരെ സന്തോഷത്തോടെ ഇരുന്ന ആളുകളാണ് ഒറ്റ നിമിഷം കൊണ്ട് ഈ ഭൂമിയിൽ ഒന്നുമല്ലാതെ ആ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ആ മനുഷ്യരുടെ ഇടയ്ക്ക് അവർക്ക് ആശ്വാസം, അവർക്ക് ശരിക്കും പറഞ്ഞാൽ മാനസിക ആരോഗ്യ വിദഗ്ധരാണ് ആ സമയത്ത് അവിടെ ചെല്ലേണ്ടത്. അല്ലാതെ ഈ ക്യാമറയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നുള്ളത് ഇവന്മാർക്ക് അറിയത്തില്ല. ഇവന്മാർ ചെന്നിട്ട് അത് റീലാക്കുക, ഞങ്ങൾ ക്യാമ്പിൽ കണ്ടത്, ക്യാമ്പിലെ വിശേഷമൊന്നും, ക്യാമ്പിനകത്ത് എന്താ വിശേഷം? ഈ പറയുന്ന ആ സെൻറ്റൻസിന് ഒരു ബോധം വേണ്ടേ? ക്യാമ്പിൽ അവരത്രയും ദുഃഖമായിട്ടിരിക്കുന്ന സമയത്ത്, ഞാൻ പണ്ട് ഓർമ്മയുണ്ട്, മമ്മൂട്ടി ഈ പ്രളയം വന്ന സമയത്ത് രമേശ് പിഷാരടി കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു, ഞാൻ എന്തിനാണ് വരുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഇത്തിരി ഗൗരവത്തിലല്ലേ ചെല്ലുന്നത്, അപ്പോൾ നീ ആകുമ്പോൾ മിമിക്രിക്കാരനാണ്. അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് നീ ആകുമ്പോൾ ഇത്തിരി തമാശയൊക്കെ പറയും, മിമിക്രിയൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവർക്കതൊരു സന്തോഷമാകും, ആ മൂഡ് അവർക്ക് മാറിക്കിട്ടും, ആ മാനസിക വിഷമം മാറിക്കിട്ടും. ശരിക്കും നമ്മൾ അങ്ങനെയാണ് പോകേണ്ടത്. മമ്മൂട്ടി നല്ല തിരിച്ചറിവുള്ള മനുഷ്യനാണ്. അതെ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പക്ഷേ റീൽസ് ചെയ്യുന്ന മിക്ക ആളുകൾക്കും ഈ തിരിച്ചറിവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ കുറേ ആളുകൾ പോയെന്ന് പറഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ അകത്തൊക്കെ കയറിയിട്ട്, പ്രളയം ഇത് മലവെള്ളപ്പാച്ചിൽ വന്നിട്ട്, ഉരുൾപൊട്ടൽ വന്നിട്ട് കെട്ടിടമെല്ലാം തകർന്നിരിക്കുന്നു, അതിനകത്ത് കയറുക,
അതിനകത്ത് കയറിയിട്ട് ഇവൻ റീൽ ചെയ്യുന്നു, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവൻ പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാമല്ലോ ഇതാണ് ഇവിടുത്തെ അവസ്ഥയെന്ന്. അപ്പോൾ ഈ പൊട്ടൻ അതിനകത്ത് കയറിയിട്ട് ഇത് റീൽ ചെയ്യുകയാണ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നിട്ട് ഇവൻ്റെ മുഖം, ഇതാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുഖമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ റിച്ച്, അപ്പോൾ ഇവൻ വലിയ ഫേമസ് ആയി. നമ്മൾ അറിയാമല്ലോ പല പല ആളുകളെയും റീൽസിലൂടെ കാണുന്ന പല ആളുകളും ഉണ്ട്. അവരെല്ലാം അവരുടെ ഒരു ധാരണ ഇവർ സോഷ്യൽ മീഡിയയിൽ വലിയ, ഞാൻ ഈ അടുത്തൊരു അത് ഇനി ഒരു ആങ്കർ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ഈ സോഷ്യൽ മീഡിയയിലെ ഒരു യുവതി, കണ്ടു കാണുമായിരിക്കും ശ്യാം, ഒരു ലേഡിയെ. അവരിങ്ങനെ പിന്നെ അവരുടെ എന്താ പറയുക വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു ലേഡിയാണ്. ഒരു അല്പവസ്ത്രധാരണിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഇട്ടിട്ട് റീൽ ചെയ്യുന്ന ഒരാൾ. തെറ്റല്ലല്ലോ. അതൊരു തെറ്റല്ല, അത് നല്ല കാര്യം. അപ്പോൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ ആങ്കർ എടുത്ത് ഇവർ ചൂടാകുകയാണ്, ഒരു പെണ്ണിൻ്റെ അടുത്ത് ചൂടാകുകയാണ്. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, അങ്ങനെ പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെയുള്ള ചോദ്യം. അവരൊരു ചോദ്യം ചോദിച്ചു ആങ്കർ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് ഞാൻ പോവുകയാണ്, നിൻ്റെ കർണം നോക്കി അടിയേറുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ശരിക്കും ഇവരുടെ ഈ പല അഭ്യാസങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടി ഇരുന്ന് കരയാണ്. അവൾ പാവമായതുകൊണ്ട് അവൾ പൊട്ടിക്കരയും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചോദിച്ചത്. ഈ സോഷ്യൽ മീഡിയയിലുള്ള പല ആളുകളുടെയും വിചാരം ഇവരൊരു സിനിമാ താരത്തിനപ്പുറം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ് ആ വാക്ക്. അപ്പോൾ എന്തൊക്കെയോ സമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇവരെന്തൊക്കെയോ അങ്ങ് ഇൻഫ്ലുവൻസറാണ് എന്നുള്ള തോന്നൽ, എന്താണെന്നുള്ള തോന്നൽ ഇവർക്കുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. എന്തായാലും വയനാടിന് സഹായം എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ഞാനും കണ്ടു. കുറച്ച് പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുകയാണ്. വയനാടിന് സഹായം റീല് തൊഴുതുകൊണ്ട് നിൽക്കുന്നു. അവസാനം നമുക്ക് വയനാടിനെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. ഈ റീൽ ഡാൻസ്, ചില ഡാൻസ് റീലൊക്കെ, ഈ റീലിൻ്റെ വലിയൊരു കുഴപ്പമെന്ന് നമ്മളിപ്പോൾ ശ്യാമിൻ്റെ ഒരു ദുഃഖമുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ടെൻഷനുണ്ട്, ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ചില മനുഷ്യരെ പ്രത്യേകം നമ്മൾ പോയി നോട്ട് ചെയ്തിട്ട് അവരുടെ റീൽ എടുത്ത് വെച്ച് കാണും. അപ്പോൾ നമുക്ക് ആ ടെൻഷൻ മൊത്തം നമുക്ക് മാറിക്കിട്ടും. അങ്ങനെയൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ട് അവരങ്ങ് സ്വയം, അപ്പോൾ കുറേ ആളുകൾ അവരെ ആശ്വസിപ്പിച്ച് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. അത് അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ സന്തോഷമല്ലേ, അവരിത് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ അടുത്ത് ഒരു പിന്നെ അമേരിക്കയിലാണെന്ന് തോന്നുന്നു, നിരന്തരം അവർ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു അവരിടുന്ന വീഡിയോയ്ക്കെല്ലാം. പക്ഷേ അവരവരുടെ ജീവിതം വന്ന് തുറന്നു പറഞ്ഞു. ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു, അവർ ടീച്ചറാണ്, ഞാൻ ടീച്ചറായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വന്നിട്ട് ഈ റീലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം അവർക്ക് നിരന്തരം തെറിയായിരുന്നു. അതിനുശേഷം അവരോടുള്ള മനോഭാവം മാറി. വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്, അയ്യോ ചേച്ചി ഞങ്ങൾ അറിഞ്ഞില്ല ചേച്ചിയുടെ ജീവിതം. അപ്പോൾ അങ്ങനെയുണ്ട് മനുഷ്യർ പെട്ടെന്ന് നമ്മളിങ്ങനെ ഉള്ള ഒരു രോഗാവസ്ഥയിൽ നിന്ന് മുക്തിയാകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നത്. റീലുകൾ ഓരോ ബിംബങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. അതെ 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 ഞാൻ ഉണ്ട് റീലൊക്കെ ചെയ്തുകൂടെ. ഞാൻ തിരുവല്ലയിൽ നിന്ന് ഒരിക്കലൊരു ഞാൻ ആംബുലൻസിൽ TP ഓടിയിട്ടുണ്ട്. TP എന്ന് വെച്ചാൽ ടെമ്പററി. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് ഒരു ബോഡി എടുത്ത് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ വീടിന് 1 കിലോമീറ്റർ എത്തിയപ്പോൾ ഈ ബൈക്കിൽ കൂടെ വന്ന കുറച്ചുപേര് ബോഡിക്കൊപ്പം ഉണ്ട്, കുറച്ചുപേര് ബൈക്കിൽ അനുഗമിക്കും. അപ്പോൾ ഈ ബൈക്കിൽ വരുന്നവരെല്ലാം അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞ ഡയലോഗ്, അലാം ഇട്ട് ലൈറ്റ് ഇടാൻ പറഞ്ഞു. ഞാനിത് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ എന്താ, ബൈക്കിൽ ഒരാൾ പുറകിൽ കയറി ഇരുന്നിട്ട് തിരിഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ്. റീല്. അതായത് ഒരാൾ അങ്ങോട്ട് പോകുന്ന ബൈക്കിൽ പുറകിലിരിക്കുന്ന ആൾ തിരിഞ്ഞിരിക്കുകയല്ല, തിരിഞ്ഞിങ്ങനെ ബാക്കിലോട്ട് റീൽ എടുക്കുക. അതിന് വേണ്ടിയിട്ടായി പറഞ്ഞത്. അതാണ് ഈ കുഴപ്പം. അതായത് നമുക്കതൊക്കെ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മലയാളികളെമ്പാടും ദുഃഖിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ചെയ്ത ആള് അദ്ദേഹത്തിന്റെ മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്ത ബന്ധുവായിരിക്കും. അതെ അതെ, അടുത്ത ബന്ധുവാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത് ഞാൻ ഒരു സാധനം കണ്ടത്, എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നു, റീത്തൊക്കെ വയ്ക്കുന്നു. അപ്പോൾ അച്ഛനൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നു, റീത്ത് വയ്ക്കുന്നു. പ്രസംഗം ഉണ്ടല്ലോ, ഈ മരിച്ചു കിടക്കുന്ന ആളിനെ പ്രസംഗിക്കുന്ന ഒരു ചടങ്ങ്. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയൊക്കെയുള്ള ചില പരിപാടിയൊക്കെ ഉണ്ട്. ഈ മരിച്ചു കിടക്കുന്ന ആളുമായിട്ട് ജന്മത്തെ കണ്ടാൽ മിണ്ടാത്ത ആളെ മൈക്ക്, കാരണം പുള്ളി മരിച്ചു കിടക്കുന്നതുകൊണ്ട് എഴുന്നേറ്റ് അടിക്കത്തില്ല, അതുകൊണ്ട് ഈ മൈക്കിൽ കൂടി ഇദ്ദേഹത്തെ പുകഴ്ത്തി അങ്ങ് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് അനുശോചന പ്രസംഗം, ഒരമ്മച്ചി മരിച്ചു കിടക്കുന്ന അനുശോചന പ്രസംഗം നടത്തി കഴിഞ്ഞ ഉടനെ ഈ നിന്ന കൂട്ടത്തിൽ ഒരാൾ കൈയടിക്കുന്നു. പുള്ളി മറന്നുപോയി. പുള്ളിയുടെ വിചാരം വേറെ ഏതോ പാർട്ടി പരിപാടിയുടെ പ്രസംഗമായിരുന്നു. അത് തീർന്നു, ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി കൈയടിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ. അവസാനത്തെ ചോദ്യം, ഈ വയനാട്ടിലേക്ക് വരുന്ന ഈ റീല് ചെയ്യാൻ വേണ്ടി വരുന്നവർ അവരോട് എന്താ പറയാനുള്ളത് ജോണേട്ടന്? അവരോട് പറയാനുള്ളത്, ഞങ്ങളുടെ സ്കൂബ ടീം കല്യാണത്തിന് പോകുന്നത് പോലെ, അത് ഞാൻ കണ്ടു. കല്യാണത്തിന് പോകുന്ന പോലെ കുറച്ച് പേര് ഒരു ജീപ്പിൽ കയറിയിട്ട് ഒരു സെൽഫി എടുത്തിട്ട് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ സ്കൂബ ടീം
വയനാട്ടെ ദുരിതബാധിതരെ സഹായിക്കാൻ പോവാണ്. ആ ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കല്യാണത്തിന് പോകുന്ന പോലെ തോന്നും. അതെ അതെ, ചിരിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു എന്തായിരിക്കും ഒരു തെറ്റായ മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്. കാരണം ഈ പോകുന്ന ആളുകൾ, ശ്യാം ചോദിച്ച പോലെ, ഈ പോകുന്ന ആളുകളൊന്നും അവിടെ സഹായിക്കാനോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആളുകൾക്ക്, ഈ ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകുന്ന ആളുകളല്ല. അവർക്ക് ഒരുപാട് സഹായം ഇപ്പോൾ ആവശ്യമാണ്. അവരൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളുമല്ല. ഇപ്പോൾ സ്കൂബ ടീം അവിടെ പോയി എന്ത് ചെയ്യാനാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതിനൊക്കെ പരിശീലനം ലഭിച്ച ആളുകൾ അവിടെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇവർ റീലെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇവർക്ക് കുറേ റീച്ച് കിട്ടും. ഓ ബ്രോ അടിപൊളി, ചങ്കേ മുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് താഴെ വരും എന്നുള്ളതല്ലാതെ. അപ്പം ഇതൊരു തെറ്റായ മെസ്സേജാണ് ഈ ആളുകൾ കൊടുക്കുന്നത്. എൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഇന്ന് ഒരു യുവതി അവിടുത്തെ വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥരായി പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടൊരു യുവതി പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിന് താഴെ അനുകൂലിച്ചും എതിർത്ത് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അതിലൊരാളെ ഇന്ന് നാട്ടുകാർ പിടിച്ചിട്ട് അടിച്ചാൽ പോരാ, അവനെ ചുരത്തിൽ താഴോട്ട് ഉരുട്ടണം. കമൻറ്റ്, മോശം കമൻറ്റ് ഇട്ടു, വളരെ മോശം കമൻറ്റാണ്. വയനാട്ടുകാരനാണ് ജോർജ് കേറ്റി, അതാണ് അയാളുടെ പേര്, ജോർജ് കേറ്റി. അയാൾ അടി കൊടുത്തിട്ട് അയാളുടെ ഫോട്ടോ ഒക്കെ ആളുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇപ്പം മാപ്പ് പറഞ്ഞു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, അടി കിട്ടിയപ്പോൾ ഒന്ന് മാപ്പ് പറഞ്ഞു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ പോലെ ജോർജ് കേറ്റിയും ചെയ്ത് എന്താ, ഈ ദുരന്തത്തിൽ അയാൾക്കൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അയാളുടെ മാനസിക വൈകൃതം അറിയാതെ പുറത്തിയാടി. അപ്പോൾ അതാണ് അയാൾ എന്ന് പറഞ്ഞ പോലെയാണ് ഈ നമ്മൾ ഈ പറഞ്ഞ ഈ റീൽസും ഒക്കെ ആയിട്ട് പോകുന്ന ആളുകളുടെ മൊത്തം മാനസികാവസ്ഥ നമ്മൾ പരിശോധിക്കണം, കൃത്യമായി പരിശോധിക്കണം, അല്ലെങ്കിൽ കുഴപ്പമാവും. കാരണം ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ഒരു മാനസിക നിലയുണ്ട്, അത് നമുക്ക് പതുക്കെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരെ മാറ്റിയെടുക്കാം. പക്ഷേ ഈ മനുഷ്യരെ ഒരു കാരണവശാലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അവർ ഈ കഴിഞ്ഞ വലിയ മഴ പെയ്ത സമയത്ത് പത്തനംതിട്ടയിൽ ഒരു പയ്യൻ, ഒരു 10-20 വയസ്സുണ്ട്, ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ റീലെടുക്കാൻ വേണ്ടി ആറ്റിൻ്റെ പാലത്തിൽ കയറി പിന്നെ ആറ്റിലോട്ട് ചാടിക്കളഞ്ഞു. അവൻ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഇവൻ ചാടിയ സമയം മുതൽ അന്ന് വൈകിട്ട് വരെ ഇവന് വേണ്ടി അവിടുത്തെ നാട്ടുകാർക്കും ഫയർഫോഴ്സിനും തിരയേണ്ടി വന്നു. ഞാൻ ഈ പറയുന്ന വാർത്ത കള്ളമാണെങ്കിൽ പത്തനംതിട്ട ഈ വാർത്ത ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇവൻ റീലെടുക്കാൻ വേണ്ടി ചാടിയതാണ്. ഇവൻ ചാടിയപ്പോൾ ഇവൻ ഒഴുക്കിൽ നീന്തി, ഇവൻ നീന്തൽക്കാരനാണ്, ഇവൻ നീന്തി നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുത്തൊഴുക്കാണ്, ഒഴുകിപ്പോയി, കുത്തൊഴുക്കാണ്. എന്നിട്ട് ഇവൻ സൈഡിൽ ഒരു ഈറ്റക്കാട്ടിൽ പിടിച്ചു നിന്നു, കാലൊടിഞ്ഞു പോയി. ഞാൻ അറിഞ്ഞത് ഇവനെ അവൻ്റെ എല്ലാം റെഡിയായി വന്ന സമയത്ത് ആ നാട്ടുകാർ അവൻ്റെ ഫോൺ മേടിച്ച് തല്ലിപ്പൊടിച്ചു. കാര്യം നാട്ടുകാർക്ക് അത്രയും ബുദ്ധിമുട്ട് ഉണ്ടാക്കി. ഒരു കാര്യം കൂടെ ഇത് പറഞ്ഞപ്പോഴാണ് ഈ റെയിൽവേ ട്രെയിനകത്ത് കയറിയിട്ട് ഒരു സാഹസികമായി റീലെടുക്കുന്ന ഒരു പയ്യനുണ്ട്. അതായത് നല്ല വേഗത്തിൽ ട്രെയിനിങ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവൻ ഇവനിങ്ങനെ അങ്ങനെയല്ല ചാടി കയറുന്നത്, ഇവൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ നിരങ്ങി നീങ്ങി ചാടി കയറി അങ്ങനെ റീൽ. അപ്പോൾ ഇതൊരു സ്റ്റേഷനിൽ എടുത്തപ്പോൾ ഇവനെ കണ്ടുപിടിച്ച് ആരാണ് ഇങ്ങനെ എടുത്തത്, ഈ വീഡിയോ പ്രചരിച്ചു. ഇവനെ അന്വേഷിച്ച് പോയി. RPF പോയപ്പോൾ 1 മാസം കഴിഞ്ഞാണ് കാണാൻ പറ്റിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച, അത് വൈറലായ അവൻ്റെ ഫോട്ടോ ഒക്കെ വന്നു. അവൻ്റെ ഒരു കൈയും ഒരു കാലും പോയിരിക്കുന്നു. അതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അവൻ പിന്നെയും വേറെ ഏതോ സ്റ്റേഷനിൽ പോയിട്ട് ഇതുപോലെ അഭ്യാസം കാണിച്ചു, ട്രെയിൻ അടിയിൽപ്പെട്ടു അവൻ്റെ കാര്യം. അപ്പോൾ അവൻ പറഞ്ഞു ആരും ഇങ്ങനെ, കാരണം ഈ സാഹസികമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരു റീലല്ല, ജീവിതമാണ്, റിയൽ ലൈഫാണ് പ്രധാനം, റീൽ ലൈഫല്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശരി.